ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VN വ്ളോഗ്സ്. അങ്ങനെ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ ഞങ്ങൾ അതിരാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ നമ്മളിനി പോകാൻ പോകുന്നത് മെയിനായിട്ട് ഡോൾഫിനോസ് കാണാനായിട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് കണ്ടു. അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ പോയത് കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് കേട്ടോ ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. 2005 കൂനൂർ റെയിൽവേ സ്റ്റേഷന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. പിന്നെ പ്രശസ്തമായ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയാണ് ഈ റെയിൽവേ സർവീസ് നടത്തുന്നത്. മേട്ടുപ്പാളയം മുതൽ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് റാക്ക് ആൻഡ് പിനിയൻ സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. ഈ നീലഗിരി ടോയ് ട്രെയിനിൽ കയറി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർ IRCTC വഴി മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. കൂനൂർ മുതൽ ഊട്ടി വരെയുള്ള യാത്രയിൽ ധാരാളം പൈൻ കാടുകളും തേയിലത്തോട്ടങ്ങളും മലനിരകളും അടങ്ങിയ ഒരു ദൃശ്യാനുഭവമാണ് കേട്ടോ ഈ നീലഗിരി ടോയ് ട്രെയിൻ നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് അതിമനോഹരമായൊരു തേയില തോട്ടത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഈ തേയിലത്തോട്ടത്തിൽ നമുക്കെല്ലാവർക്കും കയറി ഫോട്ടോസും വീഡിയോസും എടുക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിൽ കാണുന്ന കോസ്റ്റ്യൂം ധരിച്ചുകൊണ്ട് നമുക്ക് തേയില നുള്ളുന്നത് പോലെയുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാം കേട്ടോ. അതെടുത്ത് തരാനായിട്ട് പ്രത്യേക ആളുകൾ അവിടെ ഉണ്ട്. അതിന് ചെറിയൊരു ഫീസും അവിടെ നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും ആ തേയിലത്തോട്ടത്തിൽ കയറി ഫോട്ടോസും വീഡിയോസും എടുത്തു. ആ സമയം അവിടെ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ മറ്റു ചിലർ. അങ്ങനെ ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ നിന്നിറങ്ങി. ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ഡോൾഫിനോസാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോൾഫിനോസ് കാണാനുള്ള യാത്ര തുടർന്നു. അങ്ങോട്ടേക്കുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഡേഞ്ചറസും അതുപോലെ തന്നെ അതിമനോഹരവുമായ ദൃശ്യാനുഭവമാണ് കേട്ടോ ആ റോഡുകളിലൂടെ ഉള്ള യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഊട്ടി ടൗണിൽ നിന്നും ഏകദേശം ഇങ്ങോട്ടേക്കുള്ള ദൂരം 30 കിലോമീറ്ററും അതുപോലെ തന്നെ കൂനൂരിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററുമാണ് കേട്ടോ ഈ ഡോൾഫിനോസിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ ഡോൾഫിനോസിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് റോഡിന് ഇരുവശവും ധാരാളം തേയിലത്തോട്ടങ്ങളാൽ സമ്പന്നമാണ് കേട്ടോ ഇവിടം. അതുപോലെ തന്നെ നിരവധി ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റിയ അടിപൊളി വ്യൂ പോയിൻറ്റുകളും ഈ വഴിയിലുണ്ട്. ഡോൾഫിനോസിൻ്റെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ. പിന്നെ പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും അനുയോജ്യമായൊരു ഇടം തന്നെയാണ് കേട്ടോ ഈ ഡോൾഫിനോസ് എന്ന് പറയുന്ന സ്ഥലം. പിന്നെ അതുപോലെ തന്നെ വീക്കെൻഡിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഈ റോട്ടിലൊക്കെ ധാരാളം ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ പാർക്കിങ്ങിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസും വളരെയേറെയാണ് കേട്ടോ. ഇവിടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ്. ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷത്തിൽ കട്ടിയായി മൂടൽമഞ്ഞ് ഇറങ്ങുന്നതിനാൽ നിങ്ങൾക്ക് കാതറിൻ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ മലനിരകളുടെ ഭംഗിയും വേണ്ടത്ര രീതിയിൽ ആസ്വദിക്കാൻ കഴിയുകയില്ല. അങ്ങ് ദൂരെ മലയിടുക്കുകളുടെ ഇടയിലൂടെ ഊഴ്ന്നിറങ്ങുന്ന ആ കാണുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ പ്രശസ്തമായ കാതറിൻ വെള്ളച്ചാട്ടം. ഊട്ടി അല്ലെങ്കിൽ കൂനൂർ സന്ദർശിക്കുന്നവർക്ക് ഹാഫ് ഡേ ട്രിപ്പായി സന്ദർശിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഡോൾഫിനോസ് എന്ന് പറയുന്നത്. പിന്നെ
കൂനൂരിൽ നിന്നും ഡോൾഫിൻ ഹൗസിലേക്ക് വരുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ സിംസ് പാർക്കും അതുപോലെ തന്നെ ലാംപ്സ് റോക്കും ഉള്ളത്. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും നീലഗിരി മലനിരകളുടെ കുളിർക്കാറ്റും ചേർന്നൊരു മികച്ചൊരു ദൃശ്യാനുഭവമാണ് കേട്ടോ ഈ ഡോൾഫിൻ ഹൗസ് നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടുത്തെ പാറക്കെട്ടിൻ്റെ ആകൃതി ഒരു ഡോൾഫിൻ്റെ മൂക്കിനോട് സമമായി തോന്നുന്നു എന്നതുകൊണ്ടാണ് ഈ റോക്കിന് ഡോൾഫിൻ ഹൗസ് എന്ന പേര് ലഭിച്ചത് കേട്ടോ. അങ്ങനെ ഡോൾഫിൻ ഹൗസും കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഒരു സ്ട്രോബെറിയുടെ ഫാമിലേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു കോസ്മെറ്റിക്സിൻ്റെ ചെറിയൊരു ഷോപ്പും അതുപോലെ തന്നെ ഫാമിൽ സ്ട്രോബെറി വിളഞ്ഞു നിൽക്കുന്ന ഒരു സ്ട്രോബെറി ഫാമും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഫാമിൽ നിന്ന് ഒരു പാക്കറ്റ് സ്ട്രോബെറി ഞങ്ങൾ വാങ്ങിയിട്ടാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മൂത്ത മകള് നൈനികയുടെ പിറന്നാൾ കൂടി ആയിട്ടാണ്. എൻ്റെ മോളുടെ പിറന്നാൾ ആഘോഷിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പിറന്നാളാഘോഷം കഴിഞ്ഞു. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഊട്ടി ട്രിപ്പിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.